2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ സ്വർഗത്തിൽ നിന്ന് ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവനിതാ ബേത്ലഹേമിൽ ഒരു കുഞ്ഞായിട്ട് ജനിക്കുകയാണ്. അത് ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു, പിതാവായ ദൈവത്തിന്റെ മടിത്തട്ടിലിരുന്നവൻ ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾ ഒരുവനെ പോലെ ജനിച്ചുവെങ്കിലും നമ്മൾ ജനിച്ച നിയമത്തിൽ കൂടിയല്ല അവൻ ജനിച്ചത്. നമ്മളെല്ലാവരും ജനിച്ചത് നമ്മുടെ അപ്പന്റെ പുരുഷന്റെ രക്തത്തിൽ നിന്നാണ്. നമ്മുടെ അപ്പനോ ആദാമിന്റെ സന്തതി, അവനോ പാപി സാത്താന്റെ സന്തതി. അതുകൊണ്ട് നമ്മളെല്ലാവരും പാപികളായിട്ട് തീർന്നെങ്കിൽ ഈ ലോകത്തിൽ പുരുഷന്റെ രക്തത്തിൽ കൂടെ അല്ലാതെ ജനിച്ച, അതായത് കന്യക ഗർഭം ധരിച്ച ഒരേ ഒരു പ്രവൃത്തി അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ്. അവൻ ജനിച്ചത് ആ അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കന്യകയുടെ മേൽ നിഴലിട്ടപ്പോൾ ഉളവായ വിശുദ്ധ പ്രതി ആയതുകൊണ്ട് യേശു ക്രിസ്തുവിൽ പാപമില്ല. ആ പാപമില്ലാത്ത ഒരേ ഒരു വ്യക്തി ക്രിസ്തു മാത്രമാണ്. മറ്റാരും അങ്ങനെ ജനിച്ചിട്ടില്ല, ജനിക്കുകയുമില്ല. ആ യേശു ക്രിസ്തു അങ്ങനെ ജനിച്ചതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവന്റെ പാപമില്ലാത്ത രക്തത്തിന് മാത്രമേ നമ്മുടെ പാപങ്ങളെ കഴുകുവാൻ കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ട നമ്മളെല്ലാവരും ക്രിസ്തീയ മതവിശ്വാസികൾ ഉൾപ്പെടെ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ പിതാക്കന്മാർ ചെയ്തു പോരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വഴിപാടുകളും യാഗങ്ങളും തീർത്ഥാടനങ്ങളും എല്ലാം ചെയ്തിട്ടും നമുക്ക് ഇതേവരെ പാപമോചനം നേടിയിട്ടില്ല.